നമ്മളെടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ പറ്റി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ നന്മകൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ചില നാട്ടിലൊക്കെ കുറച്ച് ആളുകൾ ഉണ്ടാവും, ഈ ചെറുപ്പക്കാരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ചില ചങ്ങാതിമാരുണ്ടാവും. ഓൻ ഇച്ചിരി മുടി വളർത്തിയ ഓൻ കഞ്ചാവ്, ഓൻ പാന്റ് ഇച്ചിരി ലൂസായി വാലിട്ട് കഴിഞ്ഞാൽ ഓൻ MDMA. നമ്മൾ അങ്ങനെയൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ വിലയിരുത്താൻ പാടില്ല. നമ്മുടെ നാവ് എന്ത് ചെയ്യണം? പരമാവധി എന്റെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കാൻ കഴിയണം. ആ നാവ് സൂക്ഷിച്ചാൽ അവരെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരത്തെക്കാൾ തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവര് നാവ് കൊണ്ട് ചെയ്യുന്ന പറയണത്, അല്ലെ? നമ്മൾ ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാള് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഉസ്താദിനെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു, ഒരു കുറ്റപ്പെടുത്തി, നിങ്ങൾ തൗബ ചെയ്യുമ്പോ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. കാരണം എന്തേ? ആ ചങ്ങാതി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പൊരുത്തം തരാതെ നാവ് കൊണ്ട്. ഇപ്പൊ ഞാന് ഈ അകത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനെ പറ്റിയിട്ട് എന്ത് ചെയ്തു? ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ചങ്ങാതി എനിക്ക് എപ്പോഴാണോ പുറത്തു നൽകുന്നത് അത് കഴിഞ്ഞിട്ടല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു പടച്ച തമ്പുരാൻ എന്റെ തൗബ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കില്ല. കേട്ടോ?